നന്മ 24 എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ തൊട്ട് ചേർന്നുള്ളൊരു ബോർഡൊന്ന് നോക്കണം എല്ലാവരും. നാടിനൊരു കരുതൽ. ഈ ഒരു കരുതലാണ് പൊതുവെ കുറവായി വന്നുകൊണ്ടിരിക്കുന്നത്. നാട് വികസിക്കുന്നു, അതോടൊപ്പം നാടിനോടും നമ്മുടെ നാട്ടുകാരോടും അതുപോലെ സമൂഹത്തോടും ഉള്ള കരുതൽ കുറഞ്ഞു വരുന്നതിൻ്റെ ഒരു കാലമാണ് ഇപ്പോൾ. ആ ഒരു സമയത്താണ് തൃക്കാക്കര നഗരസഭയുടെ 31ാം ഡിവിഷനിലെ സൈമൺ എന്നൊരു കൗൺസിലർ ചെയ്തിട്ടുള്ള കാഴ്ചകളാണ് നന്മ 24 എന്ന് കാണിക്കുന്നത്. അതിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. തിങ്ങിപ്പാർക്കുന്നൊരു ജനവാസമുള്ള മേഖലയാണ്. ഇവിടെ ഇതുപോലൊരു സ്ഥാപനം വന്നത് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. വയോജന സൗഹൃദമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാര്യം വൈകിട്ട് വന്നാലും നടക്കാനും ഫ്രഷ് എയർ ഭയങ്കര ഒരു എന്താ പറയുക ഒരു എൻജോയ്മെൻ്റ് ആണ് ഇവിടെ വന്നത്. നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ വന്നത്. റിസോർട്ടുകളും പ്രതീക്ഷിച്ചില്ല ഇത്രയും മനോഹരമാവുന്നു. തോടുകൾ കണ്ടിട്ടുണ്ട്, മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും ഒക്കെ നിറഞ്ഞു കിടക്കുന്നതാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു തോട്ടിൽ ഒരു ലോഡ് കുപ്പികളാണ് ഒരു മഴയത്ത് ഒലിച്ചു വന്നത്. അങ്ങനെയുള്ള അതൊന്നും ചെയ്യാതെ ഇവിടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. നല്ല നീറ്റായിരിക്കണം ഈ മേഖല. അത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് മാറണം. ഈ ചിറയുടെ ഉദ്ഘാടനം നടത്തുന്നത് നമ്മൾ സാധാരണ MP MLA അല്ലെങ്കിൽ മന്ത്രിമാർ അങ്ങനെയൊക്കെയാണ് വരാറ്. പക്ഷേ ഈ വാർഡിലൊരു പ്രത്യേകതയുണ്ട്. ഈ വാർഡിൽ തന്നെ മുതിർന്ന അമ്മമാരാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ സൈമൺ, തൃക്കാക്കര നഗരസഭയുടെ കൗൺസിലർ 31ാം ഡിവിഷൻ. ഇത് നമ്മുടെ തൃക്കാക്കരയുടെ തന്നെ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണ്. ഇത് നമ്മുടെ ഒരു നാടിനൊരു കരുതൽ. കേരളത്തിൽ മൊത്തത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ വാട്ടർ ബോഡീസ്, തോടുകൾ, കുളങ്ങൾ, കിണറുകളെല്ലാം മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. നമുക്ക് കൂട്ടായി നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രോജക്റ്റുകൾ, നല്ല മികച്ച പ്രോജക്റ്റുകൾ വഴി ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളിലൊന്നാണ് ഈ വാരിക്കോഴിച്ചിറ നവീകരണ പ്രോജക്റ്റിൻ്റെ വിജയം. തീർച്ചയായിട്ടും എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു എക്സാമ്പിൾ തന്നെയാണ് ഈ പ്രോജക്റ്റ്. ഇതിൻ്റെ വിജയത്തിൽ ഭാഗമായ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്, അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. എപ്പോഴും ഇവിടെ വരും. ഞങ്ങൾ കളിക്കാൻ വന്നത് ഇവിടെയാണ്. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. ഞങ്ങൾ എപ്പോഴും ഇവിടെ വരും. നല്ല ഭംഗിയാണ്. അരികത്ത് ചെടികളുണ്ട്. ഇവിടെ കുളത്തിലും മീനുകളും എല്ലാം ഉണ്ട്. ചിറ അടിപൊളിയാണ്. കൗൺസിലർ സൈമണിൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിലും അത് ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ ഇതൊക്കെ ഭയങ്കര ഒരു റിലീഫ് കിട്ടുന്ന ഒരു ഇതാണ്. നമുക്ക് ഇവിടെ വന്നിരുന്ന ടെൻഷൻ ഫ്രീ ആവും. ഇതുപോലുള്ളൊരു ചിറ നമുക്ക് എല്ലാവർക്കും വന്ന് കൂട്ടായിട്ടിരിക്കാനും നടക്കാനും എല്ലാത്തിനും ഇപ്പോൾ ഇവിടെ ഓപ്പൺ ജിം പോലെ ഉണ്ട്. അതും കൂടി നമുക്ക് ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ ഇത് പ്രവർത്തിക്കാൻ കഴിയും. ഞങ്ങൾക്കെല്ലാം കുടിവെള്ളം കുടിക്കുന്നത് ഇതിൻ്റെ സ്രോതസ്സിൽ ഞങ്ങൾ കുടിവെള്ളം കുടിക്കുന്നത് ഏറ്റവും ശുദ്ധമായ വെള്ളമാണ്. ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ആ വാർഡിലുള്ള മുഴുവൻ ജനങ്ങളുടെയും അവരുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങളും എല്ലാം സംരക്ഷിക്കുവാനായിട്ട് ഒരു ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു പ്രയത്നം കൊണ്ട്, ഒരുപാട് നാളത്തെ ഒരു പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ വാരിക്കുരിച്ചിറ ഇന്നിപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഞാൻ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ കാലത്തേ വരും ഫിഷിന് ഫീഡ് ചെയ്യാനായിട്ട്. ഞാൻ മാത്രമല്ല, പല ആൾക്കാരും ഈവൻ ഫുഡ് വാങ്ങിച്ച് കയ്യിൽ വെച്ചേക്കുകയാണ്. എന്നിട്ട് ഫിഷ് ഫുഡായിട്ടാണ് വന്നത് പല ആൾക്കാരും ഇവിടെ. ഇതിലിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 5,80,000 ലിറ്ററോളം വെള്ളം സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കുളമായിട്ട് മാറിക്കഴിഞ്ഞു. ഇത് ഏകദേശം ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴമക്കാർ പറയുന്നത് ഈ കുളത്തിൻ്റെ നടുവിൽ ഒരു കിണറുണ്ടായിരുന്നെന്നും ആ കിണറിൻ്റെ അകത്ത് ഒരു അദൃശ്യ ശക്തികളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു വർഷങ്ങളായിട്ട് ഇതിങ്ങനെ അന്യം നിന്ന് പോകുന്ന ഒരു രീതിയിൽ കിടന്നിരുന്ന ഒരു ചിറയാണ്. അപ്പോൾ ഞാൻ 2020 കൗൺസിലറായി വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഫയലൊക്കെ ഓപ്പൺ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമുക്കിത് ഈ രീതിയിലാക്കിയെടുക്കാൻ പറ്റി. വളരെ മോശമായിട്ട് കിടന്നൊരു സ്ഥലമാണ്. ഇത്രയും മനോഹരമാക്കി എല്ലാവർക്കും ഒരു ആനന്ദിക്കാനുള്ള ഒരു ഇടമാക്കി തീർത്ത നമ്മുടെ കൗൺസിലർക്ക് ആദ്യം ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. അതിനകത്ത് രാഷ്ട്രീയം, ജാതി ഭേദമതൊന്നുമില്ല. വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഒരു നിർമ്മാണ പ്രവൃത്തി ചെയ്തിട്ടുള്ളത്.
തീർച്ചയായും ഇത് എല്ലാവർക്കും ഒരു മാതൃകയാക്കാവുന്നതാണ്. ചെറുപ്പകാലം തൊട്ട് ഇവിടെ ഉണ്ടാവുന്ന ഇലക്ഷന് മിക്കപ്പോഴും ഇവിടുത്തെ സ്ഥാനാർത്ഥികളോടും ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ പലപ്പോഴും ഇതിന് കാശുണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാശുണ്ട്, ഇങ്ങനെ എന്തോ ഒരു തടസ്സങ്ങൾ ഇതിലുണ്ടായിരുന്നു. പക്ഷേ സൈമൺ കൗൺസിലറായി വന്നതിന് ശേഷമാണ് അതിൻ്റെ ആ ഒരു തടസ്സങ്ങളൊക്കെ മാറിയതും ഇച്ഛാശക്തിയോടുകൂടി അദ്ദേഹം പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇതിന്നൊരു യാഥാർത്ഥ്യമായത്. ആദ്യം ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 3D പിക്ചർ ഞാൻ 2020 തന്നെ ശരിയാക്കിയിട്ട് അത് ജനങ്ങളിലേക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് കുറേ ആൾക്കാർ ചോദിച്ചു. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ആളുകൾ മുഴുവനും ഈ കുളം പണിയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് അതിൻ്റെയൊക്കെ സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 4 വർഷത്തോളം നമ്മൾ ഇതിൻ്റെ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ നടന്നു. ഇതിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് ആളുകളൊക്കെ അവരറിയാതെ തന്നെ അവരുടെ അതിരുകൾ എൻക്രോച്ച്മെൻറ്റിലേക്കൊക്കെ വന്നു. അതൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സമയങ്ങളൊക്കെ നമുക്ക് വേസ്റ്റേജ് വന്നു. 4 വർഷം അവസാന നിമിഷമാണ് കോടതി നമുക്ക് അതിന് അനുമതി തന്നിട്ടുള്ളത്. അപ്പോൾ ആ 1 വർഷം കൊണ്ടാണ് നമ്മൾ ഇതിപ്പോൾ ഇത്രയും ആക്കിയത്. വയോജന സൗഹൃദമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി വ്യായാമം ചെയ്യാനുള്ള ഓപ്പൺ ജിമ്മ്, പിന്നെ ഇത് ലൈബ്രറി, ഒരു നല്ല ലൈബ്രറി ഉണ്ട്. പിന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ആൾക്കാർക്ക് വിശ്രമിക്കാനും കാര്യങ്ങൾ സെർച്ച് ചെയ്യാനും ഇത് എറണാകുളം ജില്ലയിൽ ഒരു വലിയ മാതൃകയാണ്. കേരള സ്റ്റേറ്റിൽ തന്നെ മാതൃകയായിട്ടുള്ള ഒരു സംരംഭമാണ്. ഈ വരുന്ന 28-ാം തീയതിയാണ് ഇതിൻ്റെ ഇനാഗുറേഷൻ നടക്കുന്നത്. ഈ വാർഡിലുള്ള മുഴുവൻ അമ്മച്ചിമാരെയൊക്കെ ഉണ്ട്, അതായത് വീട്ടമ്മമാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 284ഓളം വീട്ടമ്മമാർ ഉൾപ്പെടുന്ന ഒരു ഉദ്ഘാടനമാണ് ജനകീയമായിട്ട് നടക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഒരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. കേരള ഗവൺമെൻറ് ഒരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് മുനിസിപ്പാലിറ്റിക്ക് ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണിത്. തൃക്കാക്കര നഗരസഭയുടെ ഫണ്ട് മുടക്കിയാണെങ്കിൽ പോലും ജനങ്ങൾ അവിടെ അടക്കുന്ന നികുതിയുടെ പണമാണിത്. അതുകൊണ്ട് ജനങ്ങളെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്നുള്ളൊരു കൺസെപ്റ്റ് ഞങ്ങളുടെ വാർഡ് സഭ കൂടിക്കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനം വാർഡ് സഭയിൽ ഉയർന്നു വന്നതാണ്. വേസ്റ്റും പ്ലാസ്റ്റിക്കും എല്ലാം ഡംപ് ചെയ്ത് ഇവിടെ കൊതുകും അത്രയധികം വൃത്തിഹീനമായി കിടന്നിരുന്ന സ്ഥലം നമ്മുടെ 31-ാം വാർഡിലെ കൗൺസിലർ മിസ്റ്റർ സൈമണിൻ്റെ നിരന്തരമായ പരിശ്രമവും അതിനു വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടവും 4 കൊല്ലം നിയമ പോരാട്ടം നടത്തി അത് ഇത്രയും നല്ല നിലക്ക് ഒരു ഹരിത സരോവരം റിസർവോയർ 55 ലക്ഷം ഏകദേശം 60 ലക്ഷം ലിറ്റർ വെള്ളം കപ്പാസിറ്റി ഉള്ള ഒരു കുളമാണ് നമ്മൾ അളന്നിരുത്താണത്. നമ്മൾക്കറിയാം ഇപ്പോൾ ഇങ്ങനെയുള്ള ചിറകളും കുളങ്ങളും തോടുകളും എല്ലാം മലിനമാകുകയും അതുപോലെ തന്നെ കിണറുകളിലൊക്കെ വെള്ളം മോശമാകുന്ന ഒരു സ്ഥിതിയൊക്കെ നമ്മൾക്കറിയാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതുപോലെയുള്ള ചിറകളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ട് വരുന്ന ജനപ്രതിനിധികളെയൊക്കെ നമ്മൾ തിരിച്ചറിയണം. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാനിവിടെ വന്നിട്ട് 3 വർഷം ആവണേ ഉള്ളൂ. എനിക്കിത് പുതിയൊരു സ്ഥലമാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഇതിൻ്റെ ഒരു കംപ്ലീഷൻ സ്റ്റേജൊക്കെ അതിനു മുമ്പ് ഈ സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ വഴി വരെയും വന്നിട്ടുള്ളൂ. ഇത് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലം വരുന്നു. ഇങ്ങോട്ട് വരാനേ തോന്നൂല. ജസ്റ്റ് ഒന്ന് എത്തി നോക്കി പോയിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഇങ്ങോട്ട് കയറിയിട്ടില്ല. നമുക്കതിൻ്റെ മനസ്സുകൊണ്ട് തോന്നിയിട്ടില്ല ഇങ്ങോട്ട് വരണോ എന്നുള്ളത്. ഇതാകെ കാട് പിടിച്ച് ചെളി കൂടി കിടക്കുന്ന ഒരു സ്ഥലം വരുന്നു. അതിനുശേഷം ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ എന്താ നടക്കണതെന്ന് അറിയാൻ വേണ്ടി വന്നതാണ് ഞാൻ. കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഐറ്റാണിത്. ഇതൊരു അലൂമിനിയം വിത്ത് കാസ്റ്റൺ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേകതരം മെറ്റലാണ്. അത് നല്ല ഭംഗിയുള്ളത്. എത്രയോ ആൾക്കാർ വന്ന് കയറുന്നു, ഇനി എന്തോരം ആൾക്കാരുടെ വരാൻ കിടക്കുന്നു. ഇതോടനുബന്ധിച്ച് ബിസിനസ് വരെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. കാര്യം വൈകിട്ട് വന്നാലും നടക്കാനും ഫ്രഷ് എയർ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു എൻജോയ്മെൻ്റാണ് ഇവിടെ വന്നത്. നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ വന്നത്. ഇപ്പോൾ ഇവിടെ ഓരോ പിള്ളേർ വന്ന് കളിക്കുന്നത് കാണുമ്പോൾ സന്തോഷമാണ്. വന്ന് പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് വരും. ഇവിടെ മീനുകളുണ്ട്, നമ്മൾ വളർത്തുന്ന കുറേ മീനുകളുണ്ട്, കൊയ്ക്കാർപ്പുണ്ട്. നമുക്ക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 200ഓളം മീറ്റർ ചുറ്റളവ് ഇതിനുണ്ട്. 200 മീറ്ററിലും നമ്മൾ ചെടികൾ വെച്ചിട്ട് അത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് നനക്കുവാനായിട്ട് ഏകദേശം ഒരു 7 മീറ്റർ ഗ്യാപ്പിൽ നമ്മൾ പൈപ്പുകൾ പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മോട്ടർ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചുറ്റിനുള്ള സ്ഥലങ്ങളിൽ വെള്ളം
എല്ലാ ചെടികൾക്കും കിട്ടുന്ന രീതിയിൽ. പിന്നെ ഇവിടെ ഒരു 10-20 ചെയറുകൾ നമ്മളിവിടെ സ്ഥാപിക്കുന്നുണ്ട്. ഒരു റീഡിംഗ് ബോക്സ് ഇവിടെ സ്ഥാപിക്കുന്നുണ്ട്. റീഡിംഗ് ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 200ഓളം ബുക്കുകൾ വരുന്ന ഒരു റീഡിംഗ് ബോക്സാണത്. അതിനകത്ത് നമുക്ക് വായനക്കൂട്ടം എന്ന് പറഞ്ഞൊരു സംവിധാനം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ. അതിനെ ഒന്ന് അനുകരിച്ചതാണ് ഇവിടെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ 200ഓളം വായിക്കാനുള്ള ബുക്കുകൾ നമ്മളിവിടെ സ്ഥാപിക്കുന്നുണ്ട്. അത് ഇവിടെ വന്നിട്ട് ആ ബുക്ക് അവർക്ക് ഓപ്പണായിട്ട് എടുക്കാം. അത് ലോക്കൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഓപ്പണായിട്ട് എടുക്കാം. ഈ കസേരയിൽ ഇരുന്ന് നമുക്ക് വായിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. എനിക്കിവിടെ വന്നിട്ട് പല ആൾക്കാരെയും പരിചയപ്പെടാൻ പറ്റി. പല ആൾക്കാരെ നമ്മൾ ഇപ്പോഴത്തെ ഈ സിറ്റി ലൈഫിൽ നമ്മൾ അപ്പുറത്താരാണ് താമസിക്കുന്നതെന്ന് പോലും അറിയാത്ത ഒരു ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്കിവിടെ വന്നപ്പോൾ ഈ ഏരിയയിൽ ഒരുമാതിരപ്പെട്ട എല്ലാ ആൾക്കാരെയും എനിക്ക് പരിചയപ്പെടാൻ പറ്റി. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള നമ്മൾ നെയിം ബോർഡ് വെക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഈ വാർഡിലുള്ള മുഴുവൻ അമ്മമാരുടെയും അവരുടെ വീട്ടിലുള്ള 2 പേരുടെയും പേരുകൾ നമ്മളിവിടെ സ്ഥാപിക്കാനുള്ള ഒരു പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. 2020 ഇതിൻ്റെ ഈ പ്രൊജക്റ്റുമായിട്ട് ഞാൻ ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ തന്നെ എനിക്ക് 2020, 2023, 2024 വരെയുള്ള കുറേ വിഷയങ്ങളിലേക്ക് ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകളും കേസുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതിനുപരി ഇപ്പോൾ വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരെ, അതായത് എനിക്ക് അദ്ദേഹത്തിനെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ നഗരസഭയുടെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിജു സാറ്, അദ്ദേഹത്തിൻ്റെ ഒരു ശക്തമായിട്ടുള്ളൊരു ഇടപെടലാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത്. കാരണം നമുക്ക് നല്ല കട്ട സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ നിലവിൽ തൃക്കാക്കര നഗരസഭയിൽ ഉള്ളത് ഷിജു സാറ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ട് ഇന്നുവരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിനെ പോലെയുള്ള ആളുകളൊക്കെ നഗരസഭയിലേക്ക് വരുമ്പോൾ നഗരസഭയുടെ മുഖച്ഛായ തന്നെ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരാണ് ഒരു നഗരസഭയുടെ പ്രൊജക്റ്റിനെയൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ട് പണിയുവാനായിട്ടുള്ള സംവിധാനങ്ങളും അതിൻ്റെ നിയമവശങ്ങളും ഒക്കെ കൗൺസിലർമാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പ്രിയമുള്ളവരെ, തൃക്കാക്കര നഗരസഭയുടെ മുനിസിപ്പൽ എഞ്ചിനീയറാണ്, പേര് ഷിജു എന്നാണ്. നഗരസഭയുടെ ഹൃദയഭാഗത്തായിട്ട് വാർഡ് 31 നഗരസഭ ഏകദേശം 1 കോടി രൂപയോളം മുതൽ മുടക്കി വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, വളരെ പൊട്ടൻഷ്യലുള്ള, വളരെയധികം ജനജീവിതങ്ങളെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന തരത്തിലൊരു പ്രൊജക്റ്റ് പൂർത്തീകരിച്ചിരിക്കുകയാണ്. വാരിക്കോഴിച്ചിറ എന്ന ഒരു കുളം നാം എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടിയ എഫേർട്ട് കാരണം വളരെ മികച്ച നിലവാരത്തിലേക്ക് നന്നാക്കിയെടുക്കുവാൻ നമുക്ക് സാധിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, തൃക്കാക്കര നഗരസഭയിൽ നമ്മളെല്ലാവരും വളരെ സീരിയസ് ആയിട്ടുള്ള ജലക്ഷാമം, കുടിവെള്ളത്തിന് ആവശ്യമായിട്ടുള്ള നല്ല പോർട്ടബിൾ വാട്ടറിൻ്റെ ഷോർട്ടേജ് വളരെ സീരിയസ് ആയിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇതേപോലുള്ള വാട്ടർ ബോഡീസ് നന്നാക്കിയെടുക്കുക, സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ വളരെയധികം അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. വാർഡ് 31 എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമ്മൾ ആ ലക്ഷ്യം നേടിയെടുത്തിരിക്കുകയാണ്. ഈ പദ്ധതി ഏകദേശം ഒരു 50% ആയപ്പോഴാണ് ഇതിൻ്റെ ഭാഗമാകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചത്. ആ സമയത്ത് ഈ വാട്ടർ ബോഡിയുടെ ഏകദേശം ഒരു ഷേപ്പ്, എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോൾ ആ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ്, നമ്മൾ നേടിയെടുത്തതിൻ്റെ ഒരു വില നമുക്കെല്ലാവർക്കും ഫീൽ ചെയ്യും. അവിടെ വരുന്നവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അതിൻ്റെ ഭാഗമായ എല്ലാവരും ആത്മാഭിമാനത്തോടു കൂടി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നഗരസഭ വീണ്ടും ഇതേപോലുള്ള വാട്ടർ ബോഡീസിൻ്റെ റിജുവിനേഷന് വേണ്ടി പദ്ധതി വെച്ചിട്ടുണ്ട്. ഏകദേശം 1,80,00,000 രൂപയോളം വെച്ചിട്ടുണ്ട്. ആ പദ്ധതികളെല്ലാം നടന്നു വരികയുമാണ്. അതിനെല്ലാം തീർത്തും മാതൃകയായിട്ട് മാറുന്ന, നഗരസഭ നാളിതുവരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു പ്രൊജക്റ്റായിട്ടാണ് നമ്മളേവരും ഇതിനെ പരിഗണിക്കേണ്ടത്. എനിക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാനും അത് പൂർത്തീകരിക്കാനും സാധിച്ചതിലുള്ള സന്തോഷം എല്ലാവരെയും അറിയിക്കുകയാണ്. എൻ്റെ കരിയറിലെ തന്നെ ഒരു മികച്ച പ്രൊജക്റ്റായിട്ടാണ് ഞാൻ ഇതിൽ കാണുന്നത്. നമ്മുടെ സന്തോഷ് സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും, ഇപ്പോൾ കോടതിയിൽ നടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും അതിൻ്റെ അഫിഡവിറ്റൊക്കെ കൊടുക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒപ്പിട്ടൊക്കെ കൊടുക്കേണ്ട ഒരു സാഹചര്യം. അദ്ദേഹം തിരക്കായിട്ട് ഒരു സൈമൺ ഞാൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും
അഫിഡവിറ്റ് എഴുതി കൊടുക്കാനുള്ള കാര്യങ്ങളിലൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് ഉദ്യോഗസ്ഥരോടൊക്കെ നിർദ്ദേശം കൊടുക്കുകയും ഉദ്യോഗസ്ഥരെ കൊണ്ട് അതൊക്കെ എത്രയും പെട്ടെന്ന് തീർക്കുന്ന ഒരു സംവിധാനം. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ളതും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരുപാട് സപ്പോർട്ടുകൾ ഇതിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയുള്ള ഒരു പെട്ടെന്ന് തന്നെ ഈ 1 കൊല്ലം കൊണ്ട് നമുക്ക് നിയമ തടസ്സങ്ങൾ ഉണ്ടായിട്ട് പോലും 1 കൊല്ലത്തിനിടയ്ക്ക് നമുക്കിതിങ്ങനെ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് എപ്പോഴും വരും. ഇവിടെ നല്ല ചെടികളും മീനുകളും നല്ല ഭംഗിയാണ്. ലൈറ്റൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ മനോഹരമായ ചിറ ഇതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. ഇതുപോലെ കിടന്ന പായൽ പിടിച്ച് ചെളിയടിഞ്ഞ് മാലിന്യങ്ങൾ തള്ളിക്കിടന്നിരുന്ന ഈ ചിറയാണ് ഇപ്പോൾ കാണുന്ന അതിമനോഹരമായ സുന്ദരമായ ഈ ചിറയായി മാറിയത്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം കണ്ടാൽ എന്തു മനോഹരമാണല്ലേ. നല്ലൊരു നടപ്പാതയുണ്ട്, നല്ലൊരു കുളമുണ്ട്. ഇത് തൃക്കാക്കര നഗരസഭയുടെ ചെമ്പുമുക്ക് 31-ാം ഡിവിഷൻ സൈമണാണ് ഇവിടുത്തെ കൗൺസിലർ. അദ്ദേഹം തൃക്കാക്കര നഗരസഭ കൗൺസിലർ ആയതു മുതൽ ഈ ഒരു കുളം, ഈ വാരിക്കോരിച്ചിറ സംരക്ഷിക്കാനായിട്ട് നഗരസഭയിൽ സ്ഥിരം കയറി ഇറങ്ങി നിയമ പോരാട്ടങ്ങളിലൂടെയൊക്കെ ഈ ഒരു ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ് സൈമൺ. ഏതായാലും സൈമണിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സൈമണിൻ്റെ ഒപ്പം ഈ വാർഡിലുള്ള എല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് നിന്നതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഈ ഒരു ചിറയും ഈ നടപ്പാതയും. ഈ ജനപ്രതിനിധികളായിട്ട് നമ്മൾ നഗരസഭയിലേക്കും കോർപ്പറേഷനിലേക്കും പഞ്ചായത്തിലേക്കൊക്കെ അയക്കുമ്പോൾ ജനങ്ങൾക്ക് സേവന പ്രവർത്തനങ്ങൾ, ഇതുപോലെയുള്ള നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യാൻ, അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് സമൂഹത്തിനൊക്കെ നന്മ ചെയ്യാൻ പറ്റുന്ന കൗൺസിലർമാരെയാണ് നമുക്ക് ആവശ്യം.